ഹലോ എഗെയിൻ ഞാൻ എന്താ ഒരു ചക്ക ഊഹവുമായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ചക്കപ്പുട്ടാട്ടോ. അപ്പോൾ നമുക്ക് ചക്കപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ചുള ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 1 കപ്പ് 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത്. ഇതിനായിട്ട് നമ്മൾ അരിപ്പൊടിയാട്ടോ, റവയാണേലും യൂസ് ചെയ്യാം. അരിപ്പൊടി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. റവ യൂസ് ചെയ്യുന്നവർ റവ വറുത്തതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഇനി നേരത്തെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങയുടെ പകുതി തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തേങ്ങയും കൂടെ ഇട്ടാണ് തിരുമുന്നത്. അങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിരുമ്മി വെക്കുമ്പോൾ. അപ്പോൾ തേങ്ങയും ഇട്ട് ജസ്റ്റ് തേങ്ങയും പുട്ടുപൊടിയും കൂടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളം, നമ്മൾ പുട്ട് കുഴയ്ക്കുമ്പോൾ സാധാ പുട്ടാണെങ്കിൽ പോലും നമ്മളെപ്പോൾ പുട്ടുണ്ടാക്കുവാണെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുവാണെങ്കിൽ നല്ല മയം കിട്ടും കേട്ടോ പുട്ടിന്. അതുകൊണ്ട് ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം നമ്മൾ വെള്ളം പുട്ടിലൊഴിക്കുമ്പം വളരെ കെയർഫുള്ളായിട്ട് ഒഴിക്കണം. ഡയറക്റ്റായിട്ട് ഒത്തിരി അങ്ങ് ഒഴിച്ചിട്ട് ഇളക്കരുത്. ഇച്ചിരീച്ച ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ടൊക്കെ ഒഴിച്ച് തളിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ചക്കക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിനോ എപ്പോഴാണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രദ്ധിക്കണേ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അല്പാൽപ്പം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ പരുവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ പുട്ട് ഭയങ്കര കട്ടിയായി പോകും, കുറഞ്ഞു പോയാൽ പുട്ട് പൊടിഞ്ഞും പോകും, വേവാത്തൊരു രീതിയിലോട്ട് വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് നന്നായിട്ട് കറക്റ്റ് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് നമ്മൾ കൈവച്ച് തന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചക്ക ഒന്ന് ആവി കയറ്റിയിട്ട് ഇതിലേക്ക് ഇടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്ന ജീരകം, അത്, പിന്നെ ഒരു 4-5 ഏലക്കയുടെ അകത്തെ കുരുക്ക് മാത്രം, പുറത്ത് തൊലി എടുക്കണ്ട, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർന്ന് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. നല്ല മണമാണ്, നല്ല രുചിയുമാണ്. ഏലക്കയൊക്കെ ചേർക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഇതിന് ഇനി കുറച്ചുകൂടിയൊക്കെ വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് കുഴച്ചത് ഇങ്ങനെ നമ്മളൊന്ന് പിടിച്ച് നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വീഴാൻ പാകത്തിന്, ഒത്തിരി കട്ടിയായിട്ടല്ല, കറക്റ്റ് അതിൻ്റെ ഒരു മയമുണ്ട്. ആ ഒരു പരുവത്തിൽ തന്നെ നന്നായിട്ട് എടുത്ത് സൈഡെല്ലാം ഒന്ന് തട്ടി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് ചക്കയും എല്ലാം കൂടൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് പയ്യെ അതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. ചിലപ്പോൾ ചില പൊടികൾ ഇങ്ങനെ നമ്മൾ കുറച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഡ്രൈ ആകും. അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്ത് പൊടി നല്ലപോലെ ഒന്ന് മയപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചക്കപ്പുട്ടും കൂടെ ഇട്ട് കൊടുത്ത്, നിങ്ങൾക്കിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തേങ്ങ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ടോപ്പിൽ മാത്രമാണ് പിന്നെ തേങ്ങ ഇടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ചുകൂടെ തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് നമുക്ക് ആവിയേറ്റി നല്ലപോലെ വേവിച്ചെടുക്കാം. ഉദ്ദേശം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുക്കും കേട്ടോ ഇത് വെന്ത് വരാനായിട്ട്. ഒത്തിരി ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവണം, ഈ ചക്കയും വേവണം, നമ്മുടെ ആ പുട്ട് പൊടിയും വേവണം. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ചക്കപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നല്ല ബെസ്റ്റ് ടൈമാണ്, ഒത്തിരി ചക്കയുടെ സമയമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.